ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ മീറ്റിംഗ് ആണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് അനങ്ങാതെയൊക്കെ ബാങ്ക് നിഫ്റ്റി നമ്മുടെ മാർക്കറ്റൊക്കെ കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒന്നും അനങ്ങിയിട്ടില്ലായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മളെ മാർക്കറ്റ് എവിടെയാണ് നിന്നത് ആ ഭാഗത്തൊക്കെ തന്നെ കിടന്ന് ഇന്നലത്തെ POCയുടെ ആ ബെയറിഷ് റെഫറൻസിന് ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നല്ലാതെ ബാങ്ക് നിഫ്റ്റി ഒന്നും അനങ്ങിയിട്ടില്ല. നിഫ്റ്റിയിൽ ഞാൻ നിങ്ങളത് പറഞ്ഞായിരുന്നു, നമ്മൾ താഴേക്ക് ഇറങ്ങി നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏത് POC ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ 23,547 എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രൽ സ്ട്രീം അപ്പായ ദിവസത്തിൻ്റെ ചൊവ്വാഴ്ചത്തെ POC ടെസ്റ്റ് ചെയ്യണം. ചൊവ്വാഴ്ചത്തെ POC ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് ഏകദേശം ആ ഭാഗത്തൊക്കെ നിഫ്റ്റി വന്ന് തിരിച്ച് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു. ഫസ്റ്റ് ഒന്ന് ഹാഫ് IB ഒക്കെ ഓൾമോസ്റ്റ് അവൻ തന്നു. നിഫ്റ്റി കൃത്യമായി ബെയറിഷ് റെഫറൻസ് പൊട്ടി S1 തന്നു. S1 പൊട്ടി S2ൻ്റെ ഭാഗത്ത് നിൽക്കുന്നല്ലാതെ ഒരു അടിപൊളി അടാറ് ട്രേഡൊക്കെ ഇന്ന് മോർണിംഗിൽ കിട്ടിയായിരുന്നു. നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് സെയിമിലായിട്ട് തന്നെ പ്രതീക്ഷിച്ച് വന്ന ട്രേഡൊക്കെ കിട്ടിയായിരുന്നു നമുക്ക്. അപ്പം ഇന്ന് വൈകിട്ടാകുമ്പോൾ അമേരിക്കൻ കാലണ്ടറിൽ നോക്കുന്ന സമയത്ത് ഇന്ന് വൈകിട്ടത് അമേരിക്കയിൽ വന്നതിൽ ഉള്ളത് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം കുറച്ച് കൂടി, അതായത് ജോലി ഇല്ലാത്തവരുടെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട്. അത് നെഗറ്റീവായ സംഗതിയാണ്. പിന്നെ നോൺ ഫാം പ്രൊഡക്ടിവിറ്റി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കുറഞ്ഞു, അതൊരു നെഗറ്റീവായ സംഗതിയാണ്. ലേബർ കോസ്റ്റും കുറച്ച് പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും കൂടി, എന്നാൽ പഴയതിനെക്കാട്ടിയും കുറഞ്ഞിട്ടുണ്ടോ? അതില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇപ്പം എത്രയാണ് 44,950 അമേരിക്കൻ മാർക്കറ്റൊക്കെ അപ്പാണ്. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം നമ്മൾ ക്ലോസ് ചെയ്തെടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു 5 പോയിൻ്റൊക്കെ മൈനസിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ന്യൂസൊന്നും വലിയ കാര്യമില്ല. നാളെ നമ്മുടെ RBIയുടെ മീറ്റ്, RBI എന്താണ് പുതിയ പോളിസി തരാൻ പോകുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് 0.25 കട്ട് ചെയ്യുമോ പ്രതീക്ഷകൾ, അതോ 0.15 കട്ട് ചെയ്യുള്ളൂ, അതോ 0.25 കൂട്ടി? ഇതെല്ലാം വരും നമ്മുടെ മാർക്കറ്റിനെ മൂവ്മെൻറ്റ്സിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത RBIയുടെ ആ ഒരു പ്രസ് കോൺഫറൻസിലും RBIയുടെ പ്രസ് കോൺഫറൻസിൽ പറയുന്ന മാറ്ററിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ മാർക്കറ്റ് ഇനി ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കേസിൽ കുറച്ച് റിസ്ക് ഉണ്ട്. അതായത് നമ്മൾ ഏതാണ് ഇൻഫ്ലേഷൻ പിടിച്ച് കെട്ടാൻ പറ്റുന്നില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ RBI പറയാനറിയാലോ. ആ പിടിച്ച് കെട്ടാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരു കടുകട്ടിയുള്ള വാക്കൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ മാർക്കറ്റ് അതിനനുസരിച്ച് റിലാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു കാര്യത്തിൽ ഒരു ഉറപ്പാണ്, ബാങ്ക് നിഫ്റ്റി ഈ ഒരു 50,200 ഇടയ്ക്കുള്ള ആ ഒരു ഭാഗത്ത് സസ്റ്റൈനബിലിറ്റി കാണിക്കുന്നുണ്ട്. നിഫ്റ്റി പക്ഷേ അങ്ങനെയല്ല. നിഫ്റ്റി താഴേക്ക് ഇറങ്ങി ടെസ്റ്റ് ചെയ്തു. കാരണം നിഫ്റ്റിയെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ന്യൂട്രൽ സ്ട്രീം അപ്പ് പ്രൊഫൈൽ ആയതുകൊണ്ട് ആ ദിവസത്തെ POC ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ഘടകം. അപ്പോൾ ഇന്നലെ വന്നില്ല, ഇന്ന് ഓൾമോസ്റ്റ് എത്താറായി. ചിലപ്പോൾ വേണമെങ്കിൽ നാളെ മോർണിംഗിൽ ക്യാപ് ഡൗൺ വന്ന് ആ POC ടെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ കയറി പോവാം. സോ അതെല്ലാം മാർക്കറ്റിലേക്ക് ബാധിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറയാൻ നമ്മുടെ മാർക്കറ്റ് ഒരു ലാസ്റ്റ് വീണ്ടും ചെറിയൊരു പുൾ ബാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതാണ് ഓർഡർ ഫ്ലോ ഒക്കെ ചെറിയൊരു മൈനസ്. പക്ഷേ നമ്മൾ ഓർഡർ ഫ്ലോ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റിയിൽ ഒരു 18,000 അടുപ്പിച്ച് സെല്ലിംഗ് ഡെൽറ്റ നിഫ്റ്റിക്കുണ്ട്. ഓർഡർ ഫ്ലോ സെയിം അതേ ഓർഡർ ഫ്ലോയ്ക്കകത്ത് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഫ്ലാറ്റ് ആണ്, അതായത് 508 ഡെൽറ്റ പ്ലസ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞൊരു ഫ്ലാറ്റ് ഡെൽറ്റ ഇത് ബാങ്ക് നിഫ്റ്റിക്ക് മൈനസിലാണ് നമ്മുടെ ഡെൽറ്റ ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ട നാളത്തെ ലെവൽസ് ഏതൊക്കെയാണ്. ഈ ലെവൽസ് പ്രകാരം നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽസ് പ്രകാരമുള്ള ലെവൽസ് വെച്ച് നമുക്ക് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നോക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ ഇൻഡെക്സ് പ്രകാരം ഇന്നത്തെ POC വന്നിരിക്കുന്നത് നിഫ്റ്റിയുടേത് എത്രയാണ് നമ്മൾ നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് 23,665 ഭാഗത്താണ് POC നിൽക്കുന്നത്. 603 ഭാഗത്താണ് നമ്മൾ സ്പോട്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഞാനത് POC ഞാനത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 23,665 നമ്മുടെ POC. 23,665 നമ്മുടെ POC വരുന്നത്. ആ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ POC ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് ഇപ്പോഴും ഞാൻ പറയുന്നു 23,820 ഈ പറഞ്ഞ POC ആയ 23,748 അതായത് 740 ഇന്നലത്തെ POC മുകളിൽ, അതായത് 23,748 മുകളിൽ വേണമെങ്കിൽ ചെറിയൊരു ബൈ എടുക്കാം. എത്രയാണ് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എത്രയാണ് 23,748. അതിനെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിന് മുകളിൽ മാത്രമേ നിഫ്റ്റിയിലൊരു ബൈനെ സാധ്യത ഞാൻ കാണുന്നുള്ളൂ. സോ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി 748 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക. അടുത്തത് ഈ POC 820 എന്ന് പറഞ്ഞാൽ ഈ POC കാരണം R1 820 ആണ് നമ്മുടെ
എത്രയാണ് 23,820 എന്നെ സംബന്ധിച്ചുള്ള 23,820 R1. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. എത്രയാണ് R1. ഇനി നമുക്ക് നോക്കേണ്ടത് R2. R2 എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോയാൽ എവിടം വരെ പോവാം. R2 എന്ന് പറയുമ്പോൾ അടുത്ത വരാൻ പോകുന്നത് R2 വ്യക്തമായി നോക്കുകയാണെങ്കിൽ R2 എവിടം വരെ പോവാം. R2 ഈ ഫിഗർ 23,907, ഈ 23,907 എന്നെ സംബന്ധിച്ചുള്ള R2. 23,907 അത് രണ്ടും ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇതിനപ്പുറത്തേക്ക് ഒരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഞാൻ നാളെ കാണുന്നില്ല എന്നല്ല, എനിക്ക് പ്രതീക്ഷയില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, RBI മീറ്റ് ചിലപ്പോൾ വേണമെങ്കിൽ നോൺ ഈവൻ്റ് ആയിട്ട് പോകാം. കാരണം നമ്മളെ ബഡ്ജറ്റ് നമ്മൾ നല്ല രീതിയിലൊരു മൂവ്മെന്റ് പ്രതീക്ഷിച്ചു, മാർക്കറ്റ് തന്നില്ല. അപ്പോൾ തേച്ച ബഡ്ജറ്റായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച നടന്നത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ നമ്മൾ ഇവിടുന്നേ മുണ്ടുപൊക്കി പോകേണ്ട ആവശ്യമില്ലല്ലോ. സോ മാർക്കറ്റ് വെള്ളം വീഴില്ല, വെള്ളം ഇല്ലാന്ന് എനിക്ക് വിചാരിക്കുക. വെള്ളം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നത് 23,590 താഴെ മാത്രമേ ഞാൻ ഇപ്പോഴും സെല്ലുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,590, 23,590 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. എത്രയാണ് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 23,590. അതിന് താഴെ ഞാൻ സെല്ലിങ് എടുക്കും. അത് സെല്ലിങ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് എടുക്കുന്നത്? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,500 ഏതാണ്? ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. 23,509 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 23 S1 എന്ന് പറയുമ്പോൾ 23,509. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് താഴെ വരുന്ന അടുത്ത വരുമ്പോൾ എവിടെയാണ്? അടുത്ത വരുന്ന ഫസ്റ്റ് സെക്കൻഡ് ആകുമ്പോൾ 23,400. ഇതാണ് 425, 23,425. ഇന്നത് നമ്മളെ ചൊവ്വാഴ്ചത്തല്ലോ 23,425 ആണ് S2. ഇത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇതിനകത്തും പുറത്തൊക്കെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇല്ല എങ്കിൽ ഒരു നോൺ ഈവൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഭാഗത്ത് തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസും ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി. ഇന്നും ബാങ്ക് നിഫ്റ്റി ഒരിടത്തും മൂവ്മെന്റ് ഇല്ലായിരുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആശാൻ ആ ഭാഗത്ത് കിടന്ന് കളിക്കുന്നതല്ലാതെ ആശാന് വലിയൊരു മാറ്റമൊന്നും ആശാൻ തന്നിട്ടില്ലായിരുന്നു. എന്താണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 2 റേഞ്ച് കിടന്ന് ആശാൻ കിടന്ന് കളിക്കുന്നതല്ലാതെ വലിയ റേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ 2 പ്രൊഫൈലിൽ ഒന്നും മെർജ് ചെയ്യാൻ കാരണം വരുന്ന പറ്റില്ല. മാർക്കറ്റിൽ റേഞ്ച് അറിയാൻ വേണ്ടി എപ്പോഴും പ്രൊഫൈലിൽ റേഞ്ച് എടുക്കാം. അപ്പോൾ 50,350 എന്ന് പറഞ്ഞ 50 POC ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. അപ്പോൾ അതിനകത്ത് കിടന്നാണ് ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിക്കണം. അപ്പോൾ 50,350 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. സോ POC എന്ന് പറയുന്ന ഭാഗം ഏറ്റവും ലാസ്റ്റ് വോളിയം വരുന്ന ഏരിയയാണ്. അപ്പോൾ 50,350 ആണ് സ്പോട്ട് ബാങ്ക് നിഫ്റ്റിയുടെ POC. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തുള്ള 50,553 എന്ന് പറഞ്ഞ സ്പോട്ടിന് മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. ക്ലിയർ ആവുന്നല്ലോ. 50,555 എന്ന് പറഞ്ഞാൽ 2 മാർക്ക് ഞാൻ പോയിന്റ് കൊടുത്തു. അപ്പോൾ 50,555 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. എത്രയാണ്? അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ അത് ഇവിടം വരെ പോവാം. 50,750 ഫസ്റ്റ് ടാർഗറ്റ് 50,750. R1 എന്ന് പറയുമ്പം 50,750 ഭാഗത്തേക്ക് പോകാൻ R1. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ R2 ഭാഗത്തേക്ക്. R2 എന്ന് പറയുന്ന സമയത്ത് 51,016. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ ആൻഡ് ലോവർ ഒരു ഷാഡോ. ആ ലെവൽ ഇത് ഇത്രയും ഞാൻ അപ്പോൾ R1 വന്നു, R2 വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി താഴേക്കുള്ള ലെവൽസ് എത്രയാണ്. താഴേക്ക് എന്ന് പറയുമ്പോൾ ഒരു സെല്ലിംഗ് ഞാൻ ബാങ്ക് നിഫ്റ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 50,000 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്, അതായത് 50,000 എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പോട്ടിന് താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. 50,000 എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അതിന് താഴെ മാത്രമേ ഒരു ബെയറിഷ് റെഫറൻസ് ഞാൻ എടുക്കുന്നുള്ളൂ സ്പോട്ടിൽ. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആയ നിലയിൽ ഈ ഒരു POC കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ POC 49,845, 49,845, 49,845 എന്ന് പറഞ്ഞാൽ S1, അതായത് S1 ഭാഗത്തേക്ക്. S1 അവിടെയാണ് വരുന്നത്. 49,845 വന്നു. അതിന് താഴെ അടുത്ത S2 എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് 49,674, 49,674, 49 S2 എന്ന് പറയുമ്പോൾ 49,674 ഭാഗത്തേക്കും. അതിന് താഴെ S3 എന്ന് പറയുന്നത് ഈ POC ആയ 49,468 ഭാഗത്തേക്കും വരാം. എത്രയാണ്? 49,468
468ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ES3 എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞ ഈ ഒരു ലെവലായിരിക്കും എൻ്റെ മനസ്സിൽ പ്രതീക്ഷ ഉള്ളത്. നാളെ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മുടെ ഓൾമോസ്റ്റ് ട്രിവാൻഡത്തെ ട്രേഡിംഗ് ഫ്ലോർ ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇനി ഒരു മൂന്നാല് സീറ്റ് മാത്രമേ ഇനി വേക്കൻസ് ഉള്ളൂ. സോ നിങ്ങൾക്ക് ട്രിവാൻഡത്തുള്ളവരാണോ, നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഒരു കൂട്ടം ട്രേഡേഴ്സിൻ്റെ കൂടെ ഇരുന്ന് നമ്മുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പിലൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ DM me. ഞാനത് അഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നമുക്കിവിടെ ഒരുമിച്ച് വന്നിരുന്ന് ട്രേഡ് ചെയ്യാം. നമ്മുടെ ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി, ലോസ് ടേക്കിംഗ് ടെൻഷൻസ്, സൈക്കോളജി, എങ്ങനെ ട്രേഡിങ്ങിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഇവിടെ വന്നിരുന്ന് ട്രേഡ് ചെയ്ത് പഠിക്കാം. സോ ട്രേഡ് ചെയ്ത് പഠിക്കാതെ ബുക്ക് വെച്ച് നമ്മൾ നോട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. സോ അതിലെന്താ എല്ലാത്തിനും വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.